3, 2 on the stage. ബഹുമാന്യരായ അതിഥികളെ, സ്നേഹനിധികളായ സദസ്യരെ, പ്രിയമുള്ള കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ലോക പ്രശസ്തനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുന്നത്. The youth of today are the leader of tomorrow. ഈ വാക്കുകൾ അതിമഹത്തായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. പ്രിയരെ, ഏതൊരു സമൂഹത്തിൻ്റെയും നട്ടെല്ല് യുവജനങ്ങളാണ്. സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ മേഖലയിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇന്ന് കാണുന്ന സകല പുരോഗതിക്കും പിന്നിലെ ചാലകശക്തി പ്രതിപാദനരും കഴിവുറ്റവരുമായ യുവത്വമാണ്. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. വലിയ വിപ്ലവങ്ങൾക്കും പരിവർത്തനത്തിനും നായകത്വം വഹിച്ചത് യുവജനങ്ങളായിരുന്നു. 1942 ഹിറ്റ്ലറുടെ നാസി ഭരണത്തിന്റെ കറുത്ത നാളുകളിൽ 2 വർഷം നീണ്ട ഒളി ജീവിതത്തിൽ ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടി എഴുതിയ കുറിപ്പുകളാണ് ഹിറ്റ്ലറുടെ കിരാതവാഴ്ചയെ ആദ്യമായി ലോകത്തിന് ബോധ്യപ്പെടുത്തിയത്. അതുപോലെ തന്നെ അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിൽ ഉരുണ്ടുകൂടിയ ആണവ യുദ്ധത്തിനെതിരെ സോവിയറ്റ് സെക്രട്ടറി ജനറലിന് 1985 കത്തെഴുതിയത് സാമന്ത റീഡ് സ്മിത്ത് എന്ന 10 വയസ്സുകാരിയായിരുന്നു. റഷ്യൻ മാധ്യമങ്ങൾ ആ കത്ത് പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ബാലവേലക്കെതിരെ 1985-90 കാലഘട്ടങ്ങളിൽ ധീരമായ സമരം നയിച്ച ഇക്ബാൽ മസീഹ് എന്ന പാകിസ്ഥാനി ബാലനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പാകിസ്ഥാനിലെ സോത്താഴ്വരയിൽ താലിബാൻ അധികാരികൾ സ്ത്രീ വിദ്യാഭ്യാസം വിലക്കിയപ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ആനടിച്ച മലാല യൂസുഫ്സായിയുടെ ചരിത്രം ഇന്നും നമുക്ക് ആവേശമാണ്. 2012 താലിബാൻ പോരാളികളുടെ വെടിയുണ്ട ഏറ്റിട്ട് പോലും അവൾ നിശബ്ദയായിട്ടില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നോബൽ സമ്മാനത്തിന് വരെ ആ കൗമാരക്കാരി അർഹയായി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തങ്ങൾ ലോകത്തെ ആഴത്തിൽ ബാധിച്ച 2018 പരിസ്ഥിതി സംരക്ഷണ സമരവുമായി സ്വീഡിഷ് പാർലമെന്റിനെ ഞെട്ടിച്ചത് ഗ്രെറ്റ തുംബർഗ് എന്ന സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. എന്തിനേറെ, ഇന്ത്യൻ ഫിലോസഫി ലോകത്തിന് പഠിപ്പിച്ച സ്വാമി വിവേകാനന്ദന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും മറ്റൊന്നുമല്ല, മറിച്ച് യുവജനങ്ങൾക്ക് നാളെയുടെ നായകന്മാരാകാൻ സാധിക്കുമെന്ന സന്ദേശമാണ്. ചുരുക്കത്തിൽ, ചരിത്രത്തിൽ തങ്കലിപികളാൽ കൊത്തിവെക്കപ്പെട്ട വിപ്ലവങ്ങളും നേട്ടങ്ങളും യുവതയുടെ സംഭാവനകളായിരുന്നു. പ്രിയമുള്ളവരെ, വർത്തമാന ലോകത്തും യുവത്വത്തിന്റെ മിന്നുന്ന പ്രകടനങ്ങളാണ് ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങൾക്കും പിന്നിലെ ശക്തി. ഇലൻ മസ്കും സുന്ദർ പിച്ചയും മാത്രമല്ല, ഫീഡിംഗ് ഇന്ത്യ എന്ന സംഘടനയുടെ സ്ഥാപകൻ അങ്കിത് കാവത്രയും ഓഷൻ ക്ലീനപ്പ് എന്ന NGO സ്ഥാപകൻ ബൊയാൻ സ്ലാട്ടും യുവ പ്രതിഭകളാണ്. അതിനാൽ ഇന്നും ഇന്നലെയും മാത്രമല്ല, നാടിന്റെ നാളെ നയിക്കുവാൻ യുവാക്കൾക്ക് കരുത്തും ശേഷിയും ഉള്ളവരാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. സ്കൂളിലും കോളേജുകളിലും ഇതര ക്യാമ്പസുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കൗമാര യുവത്വത്തെ ശരിയായ ദിശാബോധം നൽകി വളർത്തിയാൽ നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ നേതൃത്വം നൽകുവാൻ അവർക്ക് സാധിക്കും. സർക്കാരും സമൂഹവും അധ്യാപകരും ക്രിയാത്മകമായി പ്രവർത്തിച്ചാൽ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്കും സാധിക്കും. അതിനായി നമുക്ക് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്.